അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ER മോഡലിനകത്ത് എങ്ങനെ ജനറലൈസേഷൻ ചെയ്യാം, സ്പെഷ്യലൈസേഷൻ ചെയ്യാം, എങ്ങനെ അഗ്രിഗേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് ജനറലൈസേഷൻ. എന്താണ് ജനറലൈസേഷൻ എന്ന് നോക്കാം. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പറയില്ലേ, അതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുക. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ചില കൺസെപ്റ്റുകൾ സ്പെഷ്യലൈസ് ചെയ്ത് ഇങ്ങനെ സബ്ബാക്കി കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുക. ഇപ്പോൾ നിങ്ങളുടെ കേസ് നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, പിന്നെ പറയുകയാണ് നിങ്ങൾ NSS നോബൽ വുമൻസ് കോളേജിലത്തെ സ്റ്റുഡൻ്റാണ്, അപ്പോൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞു. പിന്നെ പറയുകയാണ് നിങ്ങൾ BCAക്കാരാണെന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ സ്പെഷ്യലൈസ് ആയി പറഞ്ഞു. പിന്നെ പറയുകയാണ് നിങ്ങൾ BCAയിൽ ഏത് ഇയറാണ് എന്ന് പറയുക, അപ്പോൾ നിങ്ങൾ അതൊന്നുകൂടെ S4 ആയിട്ടാണ് പറയുമ്പോൾ ഒന്നുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയി പോയി. പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുവാണെങ്കിൽ പറയാം നിങ്ങൾ എന്താണ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഇയർ വെച്ച് പറയാം. അപ്പോൾ ഇയർ വെച്ച് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണെന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡായി. പിന്നെ ഒന്നുകൂടെ സ്പെഷ്യലൈസ് ചെയ്യാൻ എന്ത് പറയണം, S4 ആണ്, ഫോർത്ത് സെമ്മാണ്, അപ്പോൾ വീണ്ടും സ്പെഷ്യലൈസായി. പിന്നെ ഇന്ന ക്ലാസ്സിൽ ഇന്ന കുട്ടിയാണ്, ഇന്ന റോൾ നമ്പറുള്ള കുട്ടിയാണെന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ആയിട്ട് അങ്ങോട്ട് മാറുകയാണ്. അതായത് സ്പെഷ്യലൈസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുക. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബാക്ക്, അതായത് നിങ്ങളൊരു BCA സ്റ്റുഡൻ്റാണ്, നിങ്ങളൊരു നോബൽ വുമൻസ് കോളേജിലത്തെ സ്റ്റുഡൻ്റാണ്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ ജനറലൈസ്ഡ് ആയിട്ട് പറഞ്ഞു. അതായത് ഒന്ന് ജനറലാക്കി പറഞ്ഞു, പിന്നെ ഒന്ന് സ്പെഷ്യലാക്കി പറഞ്ഞു. അത്രേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് റിയൽ ലൈഫിൽ ഈ കൺസെപ്റ്റുകൾ എന്നുള്ള രീതിയിൽ ആദ്യം പറയുന്നു. ഇനി നമ്മൾ ER മോഡലിലേക്ക് വരാം. Generalization is the process of extracting common properties from a set of entities and create a generalized entity from it. അതായത് നമ്മളെ കയ്യിൽ കുറേ എൻറ്റിറ്റീസ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഉള്ള കോമൺ ആയിട്ട് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ അകത്തുള്ള 2-3 എൻറ്റിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോമൺ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട്, അതായത് അവരുടെ കോമൺ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ അതിനെ ജനറലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ജനറലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫിഗർ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസിയാവും. ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ മേലെ കൊണ്ടുവരുമ്പോഴാണല്ലോ ഈ ജനറലൈസ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് ആയിട്ട് എന്താ നോബൽ സ്റ്റുഡൻറ്റ്, പിന്നെ നിങ്ങൾ BCA സ്റ്റുഡൻറ്റ്, പിന്നെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്, പിന്നെ ഫോർത്ത് സെം സ്റ്റുഡൻറ്റ്, പിന്നെ ഇന്ന ക്ലാസ്സിൽ ഇന്ന കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ താഴേക്ക് വരുമ്പോഴാണ് സ്പെഷ്യലൈസ് ചെയ്ത് വരിക. അപ്പോൾ മേലേക്ക് വരുമ്പോഴാണല്ലോ സ്റ്റുഡൻറ്റ് എന്നുള്ള ജനറൽ ഫോമിലേക്ക് എത്തിയത്. അപ്പോൾ ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതായത് താഴേക്ക് മേലെ പോകുമ്പോഴേക്കും പോകുമ്പോൾ എന്താണ്, നിങ്ങൾ ജനറലൈസ് ചെയ്ത് മാറി, പകരം താഴേക്ക് വരുമ്പോൾ എന്താണ് സ്പെഷ്യലൈസ് ചെയ്ത് മാറി. അങ്ങനെയുള്ള ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് അവർ തമ്മിലുണ്ട്. സോ ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഇൻ വിച്ച് 2 or more entities ക്യാൻ ബി ജനറലൈസ്ഡ് ടു എ ഹയർ ലെവൽ എൻറ്റിറ്റി ഇഫ് ദേ ഹാവ് സം ആട്രിബ്യൂട്ട് ഇൻ കോമൺ. അതായത് നമ്മൾ ഈ താഴേക്ക് വരുമ്പോൾ അതിനകത്തുള്ള എൻറ്റിറ്റികൾക്ക് എന്തെങ്കിലും കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ അതിനെ ജനറലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ്, അതായത് നമ്മുടെ ER മോഡലിനകത്ത് ജനറലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ഇവിടെ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി. ഇപ്പോൾ ഇവരെ നമുക്ക് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി നമ്മളിത് എങ്ങനെ ഇപ്പോൾ അവർ ജനറലൈസ് ചെയ്യാൻ കരുതും, കാരണം ഒന്ന് സ്റ്റുഡൻ്റാണ്, മറ്റൊന്ന് സ്റ്റാഫല്ലേ, ടീച്ചറല്ലേ. പക്ഷെ നമുക്ക് അവരെ ജനറലൈസ് ചെയ്യാം എങ്ങനെ, ഹയർ ലെവൽ എൻറ്റിറ്റി കോൾഡ് പേഴ്സൺ ഈസ് ഷോൺ ഇൻ നെക്സ്റ്റ് സ്ലൈഡ്. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കും. പേഴ്സൺ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് പേഴ്സൺ അല്ലേ, ഓരോ പേഴ്സൺ അല്ലേ, അവരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ജനറലൈസ് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ്റ് ഒരു പേഴ്സണാണ്, ഫാക്കൽറ്റി ഒരു പേഴ്സണാണ്. In this case, common attribute like P-name, P-ad become part of higher entity person and specialized attribute like SV become part of the specialized entity student. അതായത് നമ്മൾ ഇവിടെ അവരെ കോമൺ ആക്കി പറയുമ്പോൾ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് പറയുമ്പോൾ ആ പേഴ്സൻ്റെ നെയിം അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആഡ് ചെയ്യുക. അതായത് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ അവർ ആഡ് ചെയ്യണമല്ലോ, അതേപോലെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി ജോയിൻ ചെയ്യുമ്പോൾ അവർ ആഡ് ചെയ്യണം. അപ്പോൾ ആ രണ്ട് കാര്യത്തിലും കോമൺ പ്രോപ്പർട്ടിയാണ് സ്റ്റുഡൻറ്റിൻ്റെ കേസിലും ഫാക്കൽറ്റീൻ്റെ കേസിലും. അതുകൊണ്ട് തന്നെ ആ കേസ് വരുമ്പോൾ നമുക്കതിന് കോമൺ ആട്രിബ്യൂട്ടായിട്ട് പ്രോപ്പർട്ടീസായിട്ട് കാണാം, അവരെ ജനറലൈസ് ചെയ്യാം. പക്ഷേ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ SV അതൊരിക്കലും ഫാക്കൽറ്റിക്ക് ഇല്ലല്ലോ. അത് വരുമ്പോൾ സ്റ്റുഡൻറ്റ് സ്പെഷ്യലൈസ്ഡായി, അതായത് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് സ്പെഷ്യലൈസ്ഡായി, മറ്റേ പേഴ്സൺ പറയുമ്പോൾ ആരായി, രണ്ടുപേരും കൂടെ ജനറലൈസ്ഡായി. നമുക്കവിടെ ഫിഗർ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് ജനറലൈസേഷൻ്റെ ഫിഗർ. അതായത് നമ്മളിങ്ങനെ താഴെ നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് പറയുമ്പോൾ ഫീസ് സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇതായിട്ട് ഇങ്ങോട്ട് പ്രോപ്പർട്ടി വരുള്ളൂ. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെയും ഫാക്കൽറ്റിൻ്റെയും പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഇയാൾക്കും നെയിമുണ്ട്, ഇയാൾക്കും നെയിമുണ്ട്, ഇയാളിലും ആഡ് ചെയ്യണ ഓപ്ഷൻ ഉണ്ട്, ഇയാളിലും ആഡ് ചെയ്യണ ഓപ്ഷൻ ഉണ്ട്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഒരു സ്റ്റാഫ് ഫാക്കൽറ്റി ജോയിൻ ചെയ്യും, അപ്പോൾ അയാൾ ആഡ് ചെയ്യണം. അതേപോലെ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യും, അപ്പോൾ അവർ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ള കോമൺ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ആഡും നെയിമുമാണ്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് ഇതിനെ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പേഴ്സൺ ഈസിയ ഫാക്കൽറ്റി ആവാം, സ്റ്റുഡൻ്റ് ആവാം, പിന്നെ അതിന് സ്പെഷ്യലൈസ് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഫീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജനറലൈസേഷൻ കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ എന്താണ് ജനറലൈസേഷൻ? അതായത് ഇതിനകത്തുള്ള എൻറ്റിറ്റികൾക്ക് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ നെയിം ഉണ്ട്, ആഡ് ഉണ്ട്, ഇത്തരം പ്രോപ്പർട്ടീസ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അവരെ ഒന്ന് ജനറലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജനറലൈസേഷൻ പ്രോസസ് ഇൻ ER മോഡൽ എന്ന് പറയുക.
ഓക്കെ, ഇത് പറഞ്ഞാൽ ബോട്ടം അപ്പ് പ്രോസസ്സാണ്. അതായത് താഴെ നിന്ന് മേലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ജനറലൈസേഷൻ നടക്കുന്നത്. മേളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എന്താണ് നടക്കുന്നത്? സ്പെഷ്യലൈസേഷൻ ആണ് നടക്കുന്നത്. നമ്മളിവിടെ സ്പെഷ്യലൈസ് ചെയ്ത് ഫീ ഉണ്ടാകുമ്പോൾ അത് സ്റ്റുഡൻ്റാണ്, ഫീ ഇല്ലെങ്കിൽ അത് ഫാക്കൽറ്റിയാണ്. ഓക്കെ, അപ്പോൾ ജനറലൈസേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി സ്പെഷ്യലൈസേഷൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്, എങ്കിൽ കൂടെ പറയാണ്. സ്പെഷ്യലൈസേഷൻ ആൻഡ് എൻറ്റിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് എൻറ്റിറ്റീസ് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ അത് ഒരു എൻറ്റിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് സബ് എൻറ്റിറ്റീസ് ആക്കി മാറ്റണം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ. അതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. വേർ ഹയർ ലെവൽ എൻറ്റിറ്റീസ് സ്പെഷ്യലൈസർ ഇൻ ടു 2 or more ലോ ലെവൽ എൻറ്റിറ്റീസ്. അതായത് ഒരു ഹൈ ലെവൽ എൻറ്റിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുക, 2 അതിൽ കൂടുതലോ ലോ ലെവൽ എൻറ്റിറ്റീസ് ആക്കിയിട്ട് സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയി എൻറ്റിറ്റി ഉണ്ട്. എംപ്ലോയി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ക്യാൻ ബി സ്പെഷ്യലൈസ്ഡ് ആസ് ദ ഡെവലപ്പർ ടെസ്റ്റർ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇൻ ദിസ് കേസ് കോമൺ ആട്രിബ്യൂട്ട് ലൈക്ക് ഇ നെയിം, ഇ സാലറി എക്സെട്ര ബിക്കം പാർട്ട് ഓഫ് ഹയർ എൻറ്റിറ്റി ആൻഡ് സ്പെഷ്യലൈസ്ഡ് ആട്രിബ്യൂട്ട് ലൈക്ക് ടെസ്റ്റ് ടൈപ്പ് ബിക്കം പാർട്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് എൻറ്റിറ്റി ടെസ്റ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റുഡൻറ്റിൻ്റെ കേസ് പറഞ്ഞില്ല, ഫീ എന്ന് പറഞ്ഞില്ല, അതേപോലെയാണ് ടെസ്റ്ററിൻ്റെ കേസ് വരുമ്പോൾ എന്ത് ടെസ്റ്റാണ് അവർ ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലും കൂടെ നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗർ വെച്ച് തന്നെ രണ്ടും പറയാം, നമ്മൾ പറഞ്ഞും ചെയ്തതാണ്. അപ്പോൾ ഇവിടെ സ്പെഷ്യലൈസേഷൻ പറയുമ്പോൾ എംപ്ലോയി സാലറിയും നെയിമും എല്ലാ എംപ്ലോയീസിനും സെയിം ആണ്. അതായത് അതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ എംപ്ലോയി ഈസിയ ടെസ്റ്റർ ആവാം, ഡെവലപ്പർ ആവാം. അപ്പോൾ എങ്ങനെയാണ് അവർ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക? ടെസ്റ്ററേയും ഡെവലപ്പറേയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾ അവരുടെ സ്പെഷ്യലൈസ്ഡ് പ്രോപ്പർട്ടീസ് നോക്കും. അതായത് ടെസ്റ്റർക്ക് ടെസ്റ്റ് ടൈപ്പ് ഉണ്ട്, ഡെവലപ്പർക്ക് അതില്ല. അപ്പോൾ നമുക്ക് ടെസ്റ്ററെ വേണമെങ്കിൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, കാരണം അവരുടെ സ്പെഷ്യലൈസ്ഡ് ഫോർമാറ്റ് നോക്കിയാൽ മതി, ഇയാളുടെ എന്താണെന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. അതായത് അവർക്ക് സബ് ഡിവൈഡ് ചെയ്തിട്ട് എന്തൊക്കെയോ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതുണ്ടെങ്കിൽ അത് സ്പെഷ്യലൈസേഷനാണ്. ഇത്രയാണ് സ്പെഷ്യലൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് അഗ്രിഗേഷനാണ്. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിൽ കൂടുതൽ എന്താ പറയുക, മാച്ചായിട്ടുള്ളവരെ, അതായത് ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നവരെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 എൻറ്റിറ്റീനെ പിടിച്ചിട്ട് ഒറ്റ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കുക. കാരണം ചില ഇയർ മോഡലിൻ്റെ കേസ് വരുമ്പോൾ അങ്ങനെ പോസിബിലിറ്റി ഉള്ളൂ നമുക്ക് ഇയർ ഡയഗ്രം വരയ്ക്കാൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ അഗ്രിഗേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ സ്പീഡ് കൂടുതലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ കോളേജിൽ ഓരോ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ വന്നിങ്ങനെ എടുക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് വൈകുന്നേരം പോവുക, പിന്നെ പിറ്റേന്ന് പിന്നെയും വരിക, അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടെയാണ്, ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ ആയതുകൊണ്ടുള്ള പ്രഷർ, അതിൽ ചുറ്റുപാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കൂടുതലാണോ നമുക്ക് ഡൗട്ടുണ്ട്. പക്ഷേ കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഓക്കെ, ഇനി അഗ്രിഗേഷനാണ്. ആൻ ഇയർ ഡയഗ്രാം ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് റെപ്രസെൻറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എൻറ്റിറ്റി ആൻഡ് എ റിലേഷൻഷിപ്പ് വിച്ച് മേ ബി റിക്വയർഡ് ഇൻ സം സിനാരിയോസ്. ചില സിനാരിയോസിൻ്റെ കേസിൽ നമ്മൾ കരുതിയ പോലെ സിമ്പിളായിട്ട് ഒരിക്കലും ഇയർ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അത്തരം കേസിലാണ് നമ്മൾ അഗ്രിഗേഷൻ എന്നുള്ള മെത്തേഡ് കൊണ്ടുവരുന്നത്. ഇൻ ദോസ് കേസസ് എ റിലേഷൻഷിപ്പ് വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് എൻറ്റിറ്റീസ് അഗ്രിഗേറ്റഡ് ഇൻ ടു ഹയർ ലെവൽ എൻറ്റിറ്റി. അതായത് നമ്മൾ ഹയർ ലെവൽ എൻറ്റിറ്റിയിൽ അതിനെ അഗ്രിഗേറ്റ് ചെയ്ത് വെക്കും. അതായത് എൻറ്റിറ്റീസിനെ പരസ്പരം അഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുക. അതായത് എന്താ പറയുക, ഒരു കൂട്ടി യോജിപ്പിച്ച് വെക്കാമെന്ന് പറയില്ല. അതായത് 2 ഒന്നാക്കി കൺസിഡർ ചെയ്യുക. ഫിഗർ ഉണ്ട്, കാണിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഫോർ എക്സാമ്പിൾ, എംപ്ലോയി വർക്കിംഗ് ഫോർ എ പ്രൊജക്ട് മേ റിക്വയർ സം മെഷീനറി, സോ റിക്വയർ റിലേഷൻഷിപ്പ് ഈസ് നീഡഡ് ബിറ്റ്വീൻ റിലേഷൻഷിപ്പ് വർക്ക്സ് ഫോർ എൻറ്റിറ്റി മെഷീൻ. അതായത് എംപ്ലോയീസ് ഒരു പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു പക്ഷേ മെഷീനറി ആവശ്യം വരും. അതുകൊണ്ട് തന്നെ റിക്വയർ എന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻഷിപ്പും കൂടെ നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടി വരും. അത്തരം കേസിലാണ് നമ്മൾ അഗ്രിഗേഷൻ ചെയ്യേണ്ടി വരുന്നത്. യൂസിങ് അഗ്രിഗേഷൻ വർക്ക്സ് ഫോർ റിലേഷൻഷിപ്പ് വിത്ത് ഇറ്റ്സ് എൻറ്റിറ്റീസ് എംപ്ലോയി ആൻഡ് പ്രൊജക്റ്റ് ഈസ് അഗ്രിഗേറ്റഡ് ഇൻ ടു സിംഗിൾ എൻറ്റിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് റിക്വയർ ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ അഗ്രിഗേറ്റഡ് എൻറ്റിറ്റി ആൻഡ് മെഷീനറി. അതായത് നമ്മളിവിടെ പറഞ്ഞ വർക്ക്സ് ഫോറിൻ്റെ റിലേഷൻസുള്ള ആരൊക്കെയാണ്? എംപ്ലോയിയും പ്രൊജക്റ്റിനെയൊക്കെ നമ്മൾ അഗ്രിഗേറ്റ് ആക്കിയിട്ട് സിംഗിൾ എൻറ്റിറ്റി ആക്കാൻ പറ്റും. എന്നിട്ട് അതിനെ നമ്മൾ റിക്വയർ ആണ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മെഷീനറി ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുവരും. അങ്ങനെയാണ് ഇതിനകത്ത് അഗ്രിഗേഷൻ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് അഗ്രിഗേഷൻ്റെ എക്സാമ്പിൾ. ഈ ഫിഗറൊക്കെ വരക്കണം കേട്ടോ എക്സാമിന് ചോദിക്കുമ്പോൾ. ഇപ്പോൾ പ്രൊജക്റ്റ് ഉണ്ട്, എംപ്ലോയി ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് വരുന്നത് ഈ വർക്ക്സ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വർക്ക്സ് ഫോർ വെച്ചിട്ട് പ്രൊജക്റ്റും എംപ്ലോയും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു. എന്നിട്ട് ആ ഒരു എൻറ്റിറ്റി ഇവരെ കണ്ടോ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒറ്റ എൻറ്റിറ്റി ആക്കി മാറ്റി ആ എൻറ്റിറ്റി ഈ റിക്വയർ മെഷീനറി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു. അവരൊന്നായിട്ട് എന്ത് ചെയ്തു, ഈ റിലേഷൻഷിപ്പുമായിട്ട് റിലേഷൻ കീപ്പ് ചെയ്തു. എന്നിട്ട് അത് മെഷീനറി എന്ന എൻറ്റിറ്റിയുമായിട്ട് റിലേഷൻസ് കൊണ്ടുവന്നു. അങ്ങനെയാണ് അഗ്രിഗേഷൻ നടക്കുന്നത്. അതായത് 2 എൻറ്റിറ്റികളെ ഒറ്റ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുക കേട്ടോ. ഇത് എല്ലാ കേസിലും അല്ല, ചില കേസുകളാണ് ഇത്തരം പോസിബിലിറ്റീസ് ഉള്ളത്. അതായത് എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒന്നിൽ കൂടുതൽ റിക്വയർഡ്സ്, അതായത് മെഷീനറി ചിലർക്ക് മാത്രമൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കാണിക്കണം. അഗ്രിഗേറ്റ് ആക്കിയിട്ട് 2 എൻറ്റിറ്റീസിനെ കാണിച്ചിട്ടാണ്
റിലേഷൻഷിപ്പ് നമ്മൾ ഇയർ ഡയഗ്രത്തിനകത്ത് വരക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല ഈ അഗ്രിഗേഷൻ. പക്ഷേ ചില കേസുകളിൽ ഇറ്റ്സ് നോട്ട് ക്യാപ്പബിൾ ടു ഡ്രോ ഇയർ ഡയഗ്രാം സിംപ്ലി. അത്രയും കേസിലാണ് നമ്മളിങ്ങനെ അഗ്രിഗേഷൻ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ, അഗ്രിഗേഷനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. പിന്നെ കാർഡിനാലിറ്റി കൺസിസ്റ്റൻസി മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. നോട്ടൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നല്ല സ്മൂത്തായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളോട് ഓപ്പൺ ആയിട്ട് തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നമില്ല, നിങ്ങൾ മെസ്സേജ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ, താങ്ക് യു.